പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1000 ആണ്ട് വാഴ്ച എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള 2ാമത്തെ ക്ലിപ്പാണ്. സ്തോത്രം. അപ്പോൾ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ കഷ്ടതയുടെ നടുവിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവർക്കാണ് ആ സ്വർഗത്ത് പോയി സന്തോഷിക്കാൻ കഴിയുന്നത്. ഇവിടെ കഷ്ടത വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, അയ്യോ പോയേ, ചത്തോ, തീർന്നേ, അയ്യോ അയ്യോ. ദൈവമക്കളെ, ഞാനും അങ്ങനെ ഒരു കാലത്തായിരുന്നു. എനിക്കിപ്പോൾ വലിയ പ്രത്യാശ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇപ്പോഴും അറിയാതെ വിളിച്ചു പോകും കേട്ടോ. ചില എന്തെങ്കിലും പ്രയാസം വന്നു, ഒരു വേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ അയ്യോ എന്ന് വിളിച്ചു പോകും, അറിയാതെ വിളിച്ചു പോകും. എന്നാൽ ആത്മീകമായ വിഷയങ്ങളൊന്ന് വിലയിരുത്തി ദൈവത്തിൽ ഇരിക്കുമ്പോൾ ആ വേദനയുടെ നടുവിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ആ കഷ്ടതയുടെ നടുവിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ആ പ്രതികൂലത്തിന്റെ നടുവിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഞങ്ങളുടെ വഴിയുടെ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഈ ദിവസങ്ങൾ പറയണത് എന്താണെന്നല്ലോ, ആ വഴി സ്വർഗം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന, ആ വഴിക്ക് പോകാനുള്ള ദുർഘടങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം മാറ്റി തന്നിരിക്കുന്നതിനാണ്. പോരെ, എന്തൊക്കെ വേലിയെ കൊണ്ടുവന്ന് കെട്ടിയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവം അത് പൊളിച്ചു കളയും. ഏതൊക്കെ നിലയിൽ അതിന് തടസ്സം നിന്നാലും ദൈവം ഒരു വഴി തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. ഒരു വഴി തുറന്നു തന്നിട്ടുണ്ടെന്നുള്ളത് ഇബ്രാഹിം ലേഖന കർത്താവ് പറയുന്നുണ്ട്. ഏത് വഴിയാത്? യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുതിയ വഴി നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ആ വഴി കൂടി യാത്ര ചെയ്താലേ നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. സ്തോത്രം. അത് കർത്താവായ യേശു ക്രിസ്തു തന്ന പത്യവചനവും പത്യക്കൊത്ത ഉപദേശമാണെന്ന് ദൈവമക്കൾ നന്നായി മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കർത്താവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, നിന്റെ രാജ്യം വരണമേ. കർത്താവിന്റെ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് വരും. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? പറഞ്ഞേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തരണേ തരണേ ആഗ്രഹിക്കുക. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ വാങ്ങിക്കൊണ്ട് എല്ലാവരും കൂടെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അതിലെന്താ ആദ്യത്തെ പദം? എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മള് യേശു ക്രിസ്തുവിനോട്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കർത്താവ് പഠിപ്പിച്ചത്, അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ, യഹോവയായ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ, ഡിസൈപ്പിൾസ്, അവരെ പഠിപ്പിച്ചത് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം വേണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളെങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അതാ അതിന്റെ പരിജ്ഞാനം, അതാ അതിന്റെ വചനാവസ്ഥ. ആരാധിക്കേണ്ടത് ആരെയാ? പിതാവിനെ ആരാധിക്കേണ്ടത്. ഈ മർമ്മം പലർക്കും മനസ്സിലായിട്ടില്ല. എടുക്കാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. പെട്ടെന്ന് എടുത്തേ, ഇടയ്ക്ക് കയറി വരുന്നോണ്ട് ഇത് പറഞ്ഞു പോവുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ശമരിയ സ്ത്രീയോ പഠിപ്പിച്ച കാര്യമാണെന്നും പറഞ്ഞ് ഇന്നത്തെ പെന്തക്കോസ്തുകാർ നടക്കുക. അതാണ് അതിലും കഷ്ടം. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ആമേൻ. അടുത്ത ആമേൻ. എന്താണ് അതിന്റെ അർത്ഥം? ശമരിയ സ്ത്രീ ആരാധിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും ആരാധിച്ചു, അവരങ്ങനെ ഇങ്ങനെയൊക്കെ ആരാധിച്ചു. ഒത്തിരി കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു ആ സ്ത്രീയോട് പറഞ്ഞത്, സ്തോത്രം, യേശു അവളോട്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. അത് 21-ാം വാക്യം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല. ആമേൻ. അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അതാണ് ശരിയായ ആരാധന. നമസ്കരിക്കുക, ആരാധിക്കുക. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ ആത്മാവിലുള്ള ആരാധന ഉടലെടുക്കുന്നതിനെ കുറിച്ചാണ് തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്.
വരുന്നു. വരുന്നു. എന്ത് വരുന്നു? സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. അത് വന്നു വിരിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ അത് വന്നതിനെ കുറിച്ച് പറയുക, അത് വരുന്നതിനെ കുറിച്ച് പറയുക. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വലിയ പദപ്രയോഗം എന്താണ്? ദൈവം ആത്മാവാകുന്നു. 24-ാം വാക്യം. ഈ ദൈവത്തെ ആരാധിക്കാനുള്ള ഈ വാക്യം, ഈ വ്യവസ്ഥ ഇന്ന് നമ്മുടെ പെന്തക്കോസ്തുകാർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. അവരിക്കോട്ട് കടന്നു വന്നൊരു 3-4 പാട്ടൊക്കെ പാടി മ്യൂസിക് സിസ്റ്റമൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് അങ്ങ് പാടുക. എൻ്റെ അഭിപ്രായത്തിൽ ആ പാട്ടൊക്കെ അവിടെ നിർത്തിയിട്ട് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നമ്മുടെ മധ്യത്തിൽ പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു എന്നുണ്ട്. അത് എന്താ സ്തുതി? ഒന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? മർക്കോസിന്റെ ആണോ പാടിയത്? ടെസ്റ്ററിന്റെ ആണോ പാടിയത്? കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാടിയത്? അല്ലാതെ ഡാനിയൽ സാറിന്റെ പാടിയത്? എന്ന് പറയാമോ? ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധന്മാർ അവർ പറഞ്ഞത് ഇപ്പോഴും ഞാൻ എൻ്റെ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. കയ്യിൽ ചങ്ങല, കാലിൽ ചങ്ങല. പിന്നെ മർക്കോസിന്റെ പാട്ട് പാടിയിട്ട് മർക്കോസ് ഉണ്ടോ എന്ന്, ഇവിടെ കെസ്റ്റർ ഉണ്ടോ എന്ന്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണെന്ന് ഓർത്തോണം. ഈ പറയുന്ന ഭക്തന്മാരെന്ന് പറയുന്ന അവർ ശ്രദ്ധിക്കണം. അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി അവർ ദൈവവചനം ശുശ്രൂഷിച്ചു. തന്നിമിത്തം പിശാചവരെ സ്തോത്രം കാരാഗ്രഹത്തിലാക്കി അടച്ചിടുന്ന ഒരു സ്റ്റേജ് വന്നു. അവിടെ കിടന്നുകൊണ്ട് ഒരു ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിച്ചു. ആത്മാവിൽ പാടി ആരാധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ചങ്ങലകൾ പൊട്ടിപ്പോയി. ഇന്ന് മ്യൂസിക് സിസ്റ്റം വെച്ച് പാട്ട് പാടി ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ കെട്ട് മുറുകിക്കൊണ്ടിരിക്കുക, അല്ലാതെ കെട്ടങ്ങോട്ട് അയയുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പഠിച്ചെടുത്തൊരു സത്യമായി പറയുന്നത്, ചുമ്മാ പറയുകയല്ല. എന്ന് വെച്ച് ഇൻഷുറൻസ് ഉപയോഗിക്കരുതെന്നോ പാടരുതൊരു കൺവെൻഷൻ വരുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ വെച്ച് നല്ല മനോഹരമായി വായിച്ച് പഠിച്ച് ശീലമുള്ളവര് ഒറ്റ നോട്ട് പോലും തെറ്റിക്കാതെ ആ പാട്ടിനോടൊപ്പം പാടി അത് ചെയ്യുന്നത് നല്ല മനോഹരമാണ്. നാഗൽ സാഹിബിന്റെ ഒരു പാട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, സമയാമാമൃതത്തിൽ. അത് മനോഹരമായ നിലയിൽ ഇംഗ്ലീഷിൽ ചിട്ടപ്പെടുത്തിയ അതിൻ്റെ കോഡ്സുകളെല്ലാം വെച്ച് മനോഹരമായി പാടിയാൽ വളരെ കേൾക്കാൻ ഇമ്പമാണ്. ഒരു നോട്ട് തെറ്റിയാൽ അതിൻ്റെ അപാകതയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരല്പ സംഗീതം ഞാൻ പഠിച്ചു പോയത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുക. ഒരു നോട്ട് പോലും തെറ്റിക്കാതെ ആ പാട്ട് ഇൻസ്ട്രുമെന്റ്സോടുകൂടി അകമ്പടിയോടുകൂടി അത് നല്ല ഗായകര്, ശബ്ദമുള്ളവര്, നല്ല സംഗീതം പഠിച്ചവര്, പാടാൻ ഗിഫ്റ്റുള്ളവര്, കഴിവുള്ളവര് പാടിയാൽ വളരെ മനോഹരമാണ്. ഞാൻ അതിനെതിരില്ല. കൺവെൻഷൻ പന്തലുകളിൽ അങ്ങനെയുള്ള പാട്ടുകൾ പാടട്ടെ, കുഴപ്പമില്ല. 4 പേര് ആ പാട്ട് കേട്ട് വന്നു കഴിയുമ്പോൾ ദൈവവചനം ശുശ്രൂഷിക്കാൻ ദൈവം ആക്കി വെച്ച ഒരു ആത്മാവിൽ വചനം പ്രസംഗിക്കട്ടെ, അവരത് ഏറ്റെടുക്കും. അപ്പൊ ആ പാട്ട് മുഖാന്തരം ചിലർ വരാണ്ടെങ്കിൽ അത് സന്തോഷം, അതിൽ കൂടുതലൊന്നുമില്ല. പാട്ട് ആരാധനയായിട്ട് ആരും എടുക്കരുത്. പുതിയ നിയമത്തിൽ നിന്ന് അങ്ങനെ ആർക്കും തെളിയിക്കാൻ കഴിയില്ല. കാരണം അത് അങ്ങനെയാണ് അതിന്റെ ഉപദേശം കിടക്കുന്നത്. സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായം എടുത്താട്ട്, കൊന്നുകുരിന്തിയ ലേഖനം 14-ാം അധ്യായം. കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ സ്തോത്രം ശ്രദ്ധിക്കുക. അതിന്റെ 15-ാം വാക്യം വായിച്ചോട്ടെ പാസ്റ്ററെ. 15-ാം അധ്യായം 15-ാം. ആകയാലെന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അത് മതി. ആ വാക്യത്തിൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആകയാലെന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ബുദ്ധി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചു, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ ശേഷം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. അതാണ് ആ എഫേസ്യ ലേഖനത്തിലെ 7 സർവായുധ വർഗങ്ങളിൽ ഒരു ആയുധമാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. അതിനെക്കുറിച്ച് പൗലോസ് പഠിപ്പിച്ചത് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ബസ്സിലിരിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബൈക്കിലിരിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഇവിടെ വന്നിരുന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഒരു ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. തുണി കഴുകുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അതൊക്കെ അവരവരുടെ അഭ്യസിച്ചെടുക്കുന്ന രീതികളാണ്. ഞാനത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയും. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും.
ആത്മാവിൽ പാടും. അന്യഭാഷ പാട്ടുകളെ പോലെ ആത്മാവിൽ പാടും. ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടും. ബുദ്ധി കൊണ്ട് പാടുന്ന എന്താ? അത് ഇതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല. നമുക്കൊരു സ്തോത്രം പാടാം, ഹല്ലേലൂയ പാടാം, ബുദ്ധി കൊണ്ട് പാടും. അതിന് ഈ പാട്ടാക്കി എടുക്കുന്നതായി തെറ്റിപ്പോ വചന പുസ്തകം തെറ്റാ. ബുദ്ധി കൊണ്ട് പാടുന്നത് കാരണം നമ്മള് കർത്താവിന്റെ ദാസന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദയൊക്കെ അവര് പാടിയ പാട്ടുകൾ ആത്മാവിൽ പാടിയതാണ്. അവര് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ പാട്ടുപുസ്തകമൊക്കെ ഉണ്ടോ അവിടെ? ഇല്ല. ഗാനരചയിതാക്കളുണ്ടോ? ഇല്ല. സംഗീതം ചെയ്യുന്നവരുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവര് ചെയ്തതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിയല്ലേ? ആർക്കെങ്കിലും എതിർപ്പുണ്ടോ അതിന്? അപ്പോസ്തലന്മാർ ചെയ്ത മാതൃക, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. അത് പറഞ്ഞാൽ അവരെല്ലാവരുടെ അനുകാരികളാകാൻ നമുക്ക്. കറക്റ്റാ അത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ചെയ്തത് നമ്മൾ അനുകരിക്കുക, അല്ലാത്തൊന്നും അനുകരിക്കരുത്. ആരാണ്ട് എങ്ങാണ്ടൊന്നും എന്താണ്ടും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവകൽപ്പന ലംഘിക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. പൗലോസ് തരുന്ന ദൈവത്തിന്റെ കൽപ്പന. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, ആദ്യമായ അപ്പോസ്തലന്മാർ തരുന്നത് ദൈവ കൽപ്പനയാണ്. രണ്ട്, പത്രോസിന്റെ ലേഖനം, 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചാട്ടെ, 1-2 വായിച്ചാട്ടെ. പടപടയെന്ന് വായിച്ചിട്ട് ഇതിലൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന മതി മുൻപറഞ്ഞ വചനങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞ വചനം, അത് നമ്മൾ ഓർക്കണം, പഠിക്കണം, ധ്യാനിക്കണം. എന്നാൽ കർത്താവും അപ്പോസ്തലന്മാരും തന്ന കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിക്കാനുള്ളതാ, പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല. ഈ വയോവൃദ്ധന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇന്നത്തെ ഊജാൻ തേടി വെച്ച പിള്ളേർ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കണം. പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനം, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വചനങ്ങൾ, അത് ദൈവശ്വാസ്യമാണ്. അതിൽ ദൈവത്തിന്റെ കൽപ്പനകളുണ്ട്. ഇസ്രായേൽ ജനത്തോടുള്ള പ്രമാണമുണ്ട്. ന്യായപ്രമാണം എന്ന ശക്തമായ പ്രമാണം അതിൽ കിടപ്പുണ്ട്. നിഷ്പാപ യുഗം മുതൽ സഹസ്രാബ്ദ യുഗം വരെ, അല്ലെങ്കിൽ നിത്യയുഗം വരെയുള്ള ഓരോ ഡിസ്പെൻസേഷൻ യുഗങ്ങളെ കുറിച്ചും ഓരോ യുഗങ്ങളിലുള്ള ദൈവകൽപ്പനകൾ, ദൈവവ്യവസ്ഥകൾ വേദപുസ്തകത്തിലുണ്ട്. അതാരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. പണ്ട് അബ്രഹാം പിളർന്നതുപോലെ വേദോസ്തു എടുത്തു വെച്ച് നടുവേ ഒരു പിളർന്നു കഴിയുമ്പോൾ കിട്ടുന്ന 109-ാം സംഗീതം അല്ലേ തോന്നാ. എന്നിട്ട് അതങ്ങോട്ട് വായിക്കാം. അവൻ മുടിഞ്ഞു പോട്ടെ, അവൻ്റെ സന്തതി നശിച്ചു പോകട്ടെ, അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ എന്ന് വായിച്ച് പ്രസംഗിച്ചാൽ പോവുക. എന്താ വായിക്കുന്നത്? എന്തിനാ വായിക്കുന്നത്? ആരാ വായിക്കുന്നത്? ഇത് ഒരു ബോധവുമില്ല. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കുറിക്കൊള്ളേണ്ട കാര്യമാണ്. പുതിയ നിയമസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന്റെ പേരാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. യോഹന്നാൻ ലേഖനകർത്താവ് ഇട്ടിരിക്കുന്ന പേര് എന്താണ്? ക്രിസ്തുവിന്റെ ഉപദേശം. പൗലോസ് ഗലാത്യ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു നാമമുണ്ട്, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. യാക്കോബിന്റെ ലേഖന ഭാഷയിൽ എഴുതിയിരിക്കുന്ന 2-3 പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ഭയങ്കര ഒരു വിഷയമാണ്. പിന്നെ അടുത്തത് എന്താ? എല്ലാം ഞാൻ ഓർത്തിരിക്കത്തില്ല, ചിലപ്പോൾ എനിക്ക് അങ്ങ് പറയാം. യാക്കോബിന്റെ ലേഖനം നമുക്ക് എടുത്താട്ട്. യാക്കോബിന്റെ ലേഖനം വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ദൈവമക്കളെ ഇത് കേട്ട് പഠിക്കണം, എഴുതിയിട്ട് പഠിക്കണം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ മറന്നുപോയി. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പദപ്രയോഗമുണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. യാക്കോബ് 1:25. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവരോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവരായി നാം ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഇനി അത് 2:12 കൂടി വായിച്ചേ.
സ്വത്രം സ്വത്രം സ്വത്രം. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ ആ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ ആ സംസാരിക്കുകയും ആ പ്രവർത്തിക്കുകയും ചെയ്യും. മതി മതി. ഇനി ജെയിംസ് 2-ന്റെ 8-ാം വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജെയിംസ് 2-ന്റെ 8, യാക്കോബ് 2-ന്റെ 8. എന്നാൽ കൂട്ടുകാരനെ ആ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് നിലവിളിച്ചതിന് ആ ഒത്തവണ്ണം ആ രാജകീയ ന്യായപ്രമാണം ആ. നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. അപ്പൊ യാക്കോബ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പദപ്രയോഗങ്ങൾ എങ്ങനെയാ? പുതിയ നിയമ പ്രമാണത്തിന് രാജകീയനായ പ്രമാണം, രാജാവിന്റെ പ്രമാണം, കർത്താവിന്റെ പ്രമാണം. പിന്നെ മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ പ്രമാണം. ഇതൊക്കെ പലരും അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാർ തരുന്ന ഈ ഘനമായ ഉപദേശം പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എല്ലാ സങ്കീർത്തനവും പാട്ടും കൂത്തും ഒക്കെ കയറി വന്ന് ആത്മീയമായി ഇനി ഇനി നശിക്കാൻ ഒട്ടുമില്ല. പണ്ടാരനും പറഞ്ഞ പോലെ ഏത് പൊസിഷനായി എന്നൊരാൾ വന്ന് ചോദിക്കുക. എന്താണെന്നറിയോ? ഒരു പാമ്പ് തവളേനെ വിളിക്കും, അവസാനം 2 കാല് മാത്രമേ ഉള്ളൂ പുറകിൽ, ബാക്കിയെല്ലാം പാമ്പിന്റെ വയറ്റിൽ പോയി എന്ന് പറഞ്ഞതുപോലെ ഉപദേശ സത്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലുകളും ഭൗതിക അനുഗ്രഹത്തിന്റെ പഠിപ്പിക്കലും കൊണ്ട് ഇന്നത്തെ ആത്മീയ ഗോളം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു കർത്താവിന്റെ എളിയദാസൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തി. അവിടെ ഭാരം ചുമക്കുന്ന വ്യവസ്ഥ ന്യായപ്രമാണത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? സർപ്പത്തിന്റെ കടിയേറ്റ് ഒന്നും കിടന്നപ്പോ ഒരു പുരോഹിതനും ഒരു ലേവിനും അവിടെ വന്നല്ലോ. ഭാരം ചുമക്കുകയാണോ ചെയ്തത്? അവരെന്ത് ചെയ്തു? അവർ കണ്ടിട്ട് എന്ത് ചെയ്തു? അയ്യോ എനിക്ക് സമയമായി, അവിടെ മണിയടിക്കാൻ സമയം, പള്ളിയിൽ ചെന്ന് ഷൂട്ട് ചെയ്യാൻ സമയമായി, ഞാൻ പോവാന്ന് പറഞ്ഞ അവൻ പോയി ആലയത്തിൽ. അടുത്തവന് ലേവിനും പുരോഹിതനും അങ്ങനെ തന്നെ പോയി. പിന്നെ വരുന്നത് യേശു ക്രിസ്തുവാ. അതായത് നല്ല ശബരിയക്കാരൻ ക്രിസ്തുവിന്റെ നിലയിലായിട്ട് നിൽക്കുക. എന്റെ കർത്താവ് എന്ത് ചെയ്തു? അവനെ കണ്ടു, അവന്റെ അടുക്കൽ ചെന്നു, അവന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടു, അത് പരിഹരിച്ചു, അവനെ വാഹനമൃഗത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കി, അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഓസന ചെയ്യത്തില്ല, അവന് വേണ്ടുന്ന ധനം കൊടുത്തു, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു പോയി. ആ പോയ കർത്താവ് വന്ന് സഭയെ ചേർക്കാൻ പോവുക. സ്വത്രം. മുറിവേറ്റ നീയും ഞാനും, പിശാചിന്റെ കടിയേറ്റ് മുറിവിൽ ഞാനും സൗഖ്യം പ്രാപിച്ച് ദൈവസഭയുടെ അംഗങ്ങളായിരുന്നു ആത്മാവിൽ ആരാധിച്ച് ആത്മ സ്വഭാവമുള്ളവരായി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നില്ലെങ്കിൽ കർത്താവ് വന്ന് സഭയെടുത്തോണ്ട് പോകും. അവസാനം വേറൊരു എതിർക്രിസ്തു വന്ന് ആ എതിർക്രിസ്തുവിന്റെ അടിമ മുഖത്തിൽ കിടന്ന് നമ്മളെ ഞെളിവിരി കൊള്ളേണ്ടി വരും. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസഭയെ ഭയപ്പെടുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ന വലിയ സന്ദേശം പിന്നെയും ഞാൻ മുൻപിൽ വയ്ക്കുകയാണ്. ഞാനിനി യെശയ്യാപ്രവചനം അതിന്റെ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയുടെ വിഷയത്തെ കുറിച്ചുള്ള പ്രസംഗത്തിലേക്ക് മടങ്ങി വരുന്നു. വായിച്ചാട്ടെ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകാം. ഒത്തിരി വിഷയങ്ങളുണ്ട്, നമുക്ക് പന്ത്രണ്ടിക്കാണല്ലോ നിർത്തേണ്ടത്. 1 മണിക്കൂറേ ഉള്ളൂ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. 1000 ആണ്ട് വാഴ്ച സകല ജാതികൾ ഒഴുകിച്ചെല്ലും. ജാതികൾ മുഴുവൻ ഈ 1000 ആണ്ട് വാഴ്ചയിൽ സകല ജാതികളും ഒഴുകിച്ചെല്ലും. അടുത്ത അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. പറയും. അടുത്ത 1000 ആണ്ട് വാഴ്ചയിൽ സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. ഈ ജാതികളെ ന്യായം വിധിക്കാൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പോസ്തലനെ ആരാ പറഞ്ഞു? എവിടെ പറഞ്ഞു? 1 കൊരിന്ത്യർ 4-ാം അധ്യായം വായിച്ചു. 1 കൊരിന്ത്യർ 4-ാം അധ്യായം എവിടെയെന്ന് വായിച്ചേ? ഫ്രാൻസിൽ എന്താ വായിക്കാത്ത? കന്നഡയില്ലേ?
അടുത്ത പ്രാവശ്യം വരുമ്പോ കണ്ണാടിയായിട്ട് വരാവുള്ളൂ കേട്ടോ. ആ 1 Corinthians 6. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആ ആമേൻ. തുനിയുന്നു പോ. നമ്മൾ ലോകത്തെ വിധിക്കുമെന്ന് 1000 ആണ്ട് വാഴ്ചയിൽ ടോമി പാസ്റ്ററും സജി പാസ്റ്ററും ഫ്രാൻസിസ് സഹോദരനും ഞാനും ഒക്കെ ലോകത്തെ വിധിക്കാൻ നമ്മളെ ഏൽപ്പിക്കും ദൈവം. അതിന്റെ ഒരു വായിക്കൂടെ വായിച്ചു. നാം ദൂതന്മാരെ വിധിക്കും. എന്റെ ദൈവമേ. അപ്പൊ ജാതികളെ മാത്രമല്ല, പിന്നെ ആരെ വിധിക്കും? ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ വചനം വിശ്വസിക്കുന്നുണ്ടോ? ജാതികളെ ന്യായം വിധിക്കാൻ നമ്മളെ ഏൽപ്പിക്കും. യഹൂദൻ ഗോത്രം 12 ന്യായം വിധിക്കാൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കും. ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വെള്ളാപ്പി നടേശൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെയല്ല ഈ പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാ. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഇടയിൽ കയറി വന്നുകൊണ്ട് പറഞ്ഞു പോയതാ, കള്ളുണ്ടാക്കരുത്, കള്ള് കുടിക്കരുത്, കള്ള് കൊടുക്കരുത്, കള്ള് വിൽക്കരുത്, കള്ളുലോഭി ആകരുത്, ഇതേ ചെയ്യൂ എവിടെ. അതുകൊണ്ട് കാശുണ്ടാക്കി സൂക്ഷിക്കുക. ആ ഗുരു ശിഷ്യനെ പോലെ അല്ല നമ്മള്. കർത്താവ് പറഞ്ഞ ഓരോ വചനങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, കർത്താവെ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, നിങ്ങൾക്ക് എന്തോ കിട്ടും? പൊട്ടിപ്പൊളിഞ്ഞ പടകും കീറിപ്പറഞ്ഞ വലയും പകരി പങ്കായവുമായിട്ട് തുടഞ്ഞു നടന്ന കർത്താവിന്റെ ശിഷ്യർ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. എത്രയോ പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും, അല്ലേ? കീറിപ്പറഞ്ഞതിനെ പിന്നെ ഇട്ട് തുന്നിക്കെട്ടി, പിന്നെ തുന്നിക്കെട്ടി, കാശില്ലാത്തത്. എന്ത് ചെയ്യാൻ? ഉപജീവനമാർഗത്തില് ആ വകുപ്പിൽപ്പെട്ടവരാ. എന്നിട്ട് അവരാ വന്ന് പറയുന്ന കർത്താവിന്റെ അടുക്കെ നിങ്ങൾ സാധനത്തിൽ വിട്ടത്. എന്തായി വിട്ടത്? നല്ല വരുമാനമുള്ള ജോലിയൊക്കെ വിട്ടാ അതിന് വിട്ടെന്ന് പറയാം, അല്ലേ? പൗലോസ് എന്തൊക്കെ വിട്ടു? ന്യായപ്രമാണത്തിന്റെ വലിയ വലിയ വ്യക്തമായിരുന്ന ഇത് ക്രിസ്തു നിമിത്തത്താൻ എന്തൊക്കെ ചെയ്തു? ആ വിട്ട കാര്യം ഒന്ന് വായിക്കുക. ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. കാര്യങ്ങൾ പഠിച്ചു പ്രവൃത്തി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ വിട്ടതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയും. എന്തൊക്കെ വിട്ടതെന്ന് നമുക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ, ഈ എങ്കിലും എനിക്ക് ലാഭമാണ് ക്രിസ്തു. അപ്പൊ ഈ ലാഭമായിരുന്ന കാര്യങ്ങളായി 7 കൂട്ടം കാര്യങ്ങൾ. ഒരു യഹൂദ റബ്ബി ആയിരിക്കുക, ഒരു പണ്ഡിതനായിരിക്കുക, ഒരു പ്രമാണിയായിരിക്കുക, നിക്കോദീമോസിനെ പോലെ അതിനേക്കാളും ശക്തമായ നിലയിൽ യഹൂദ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രൂശിന്റെ ദർശനം കിട്ടിയപ്പോൾ ഇത് മുഴുവൻ താൻ വിട്ടു. തനിക്ക് ലാഭമായിരുന്നു ഇതൊക്കെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ പള്ളിയിൽ അച്ഛനൊക്കെ, അച്ഛന്മാരായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ കാകാശന് പോക്കില്ലാത്തവരാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഫ്രാങ്കോയുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ടായിരുന്നു. ഇല്ലാത്ത ദോഷങ്ങൾ മുഴുവൻ വരുത്തി വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയെ കൊണ്ട് മുങ്ങി കൊള്ളി. അതുപോലെ ഓരോരുത്തരും തലപ്പത്തിരിക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ. ഇനി അവരുടെ കാര്യവും ഇവിടെ നമ്മുടെ പെന്തക്കോസ്തിന്റെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവര് ദരിദ്രന്മാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഇടയ്ക്ക് ഒരു സൗരം പറഞ്ഞ UK പാസ്റ്ററിന് വീടുണ്ട് കേട്ടോ, അത് കഴിഞ്ഞ് സ്റ്റേറ്റിലൊരു വീടുണ്ട് കേട്ടോ, അത് കഴിഞ്ഞ് ഫ്രാൻസിൽ വീടുണ്ട്. എവിടെയൊക്കെ പോകും അവിടെ എല്ലാം ഒരു വീടും കൂടും ഒക്കെ ആക്കിയിട്ടുണ്ട്. അവരുടെ മക്കളാരും സ്വത്രം കാശ്മീരിലും അതുപോലെ അവിടെ ഇവിടെയും ഈ ഹിന്ദിക്കാരുടെ ഇടയിലൊന്നും സൂചിച്ചിട്ട് വരെ കാര്യം പോയിട്ടില്ല. എല്ലാവരും ഹൈ പൊസിഷനായി ഇരിക്കുന്നത്. പാവം പിടിച്ച വിശ്വാസികളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ പണം വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് കൽപ്പന ഇട്ടുകൊണ്ടിരിക്കുക. സത്യമായിട്ട് ഞാൻ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ശാസ്ത്രിമാരും പരീശന്മാർക്കും നിഴലായിട്ട് നിൽക്കുകയാണ് ഇന്ന് പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മഹാന്മാരെ. എല്ലാവരുമല്ല, ഇതിനിടയിൽ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്, ചെറിയ ശേഷിപ്പുണ്ട്, പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാർ. അവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ബഹുഭൂരിപക്ഷവും ഈ ധനാഢ്യന്മാരായി തീർന്ന സുവിശേഷകന്മാരാണ്. നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു കൊച്ചു പയ്യൻ ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് ആളൊന്നും ഞാൻ പറയുന്നില്ല.
പുള്ളി പറയുന്നു, ഞാനൊരു ദരിദ്രനായിരുന്നു, ഇപ്പോൾ എൻ്റെ ദൈവം കോടീശ്വരൻ. ഞാൻ പിന്നെ പറയാം, യോഗം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ 4 പേര് കേൾക്കുന്നുണ്ട്. പുള്ളി ഇതൊരു പക്ഷെ കേട്ടാലോ ഒന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഫസ്റ്റ് ക്യാപ്റ്റൻ ഷാമോല് പറഞ്ഞു, ഞങ്ങള് സുവിശേഷ നിമിത്തം ഞങ്ങളെല്ലാം ദരിദ്രരായി. പൗലൂസ് പറഞ്ഞു, 2 PhD ബിരുദവും കോടിക്കണക്കിന് സ്വത്തും സ്ഥാനമാനങ്ങളെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്തു? പൗലൂസിന്റെ അവസാനത്തെ പൗലൂസിന്റെ സ്വത്ത് എന്തായിരുന്നു എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു? പഴയ പുതപ്പ്, ആ പുസ്തകങ്ങൾ ചുവയ്ക്കുന്നത് 3 താരം, വേറൊന്നുമില്ല. 10 പൈസയില്ല പുള്ളി. ഇവിടെ കർത്താവിന് വേണ്ടി ചുമല് കൊടുത്ത് അധ്വാനിക്കാൻ തുടങ്ങി. ചുമലൊക്കെ തേയല്ല ചെയ്ത ചുമല് നല്ല സൂപ്പറായി. കോടികൾ സമ്പാദിച്ച് നടക്കുന്ന ഭക്തന്മാര് എന്ന് പറഞ്ഞ് നടക്കുന്ന അഭക്തന്മാർ നമ്മുടെ ഇടയിൽ കിടന്ന് വിലസുക. ഞാൻ അവരെ ഇപ്പൊ ഒന്നും പറയുന്നില്ല. കർത്താവ് വരുമ്പോൾ അവരാരാണെന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ പറയാനേ എനിക്കിപ്പോ നിയോഗം. കൂടുതൽ അങ്ങ് വഴക്ക് പറയണ്ട. കർത്താവ് വരുമ്പോൾ അവരാരാണെന്ന് അവർ മനസ്സിലായിക്കോളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിനെ വിറ്റ് തിന്നുന്ന ഗ്രൂപ്പിൽ നമ്മൾ ആകരുത്. നമ്മൾ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ച് കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ രോഗമോ പ്രയാസമോ തല പോകേണ്ടി വന്നാലും ദൈവവചനവസ്തു പ്രകാരം ജീവിച്ച് കർത്താവിന്റെ സാക്ഷ്യം നാം നിറവേറ്റണം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായി, കുന്തങ്ങളായി, വാക്കത്തികളായി അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. 1000 ആണ്ട് വാഴ്ചയിലെ കാര്യമാണേ, വായിച്ചു പഠിച്ചോണേ. ആത്മീയ മർമ്മങ്ങൾ അടങ്ങിയ വേദഭാഗങ്ങളാണ്. യെശയ്യാവ് 2:2 മുതലുള്ള ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ആ പറയും, സിയോനിൽ നിന്ന് ഉപദേശവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്യും. കൊഴുക്കളായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളെ നിങ്ങൾ എടുത്തു പഠിച്ചാൽ അവരുടെ എക്കണോമി നല്ലൊരു ശതമാനം പോകുന്നത് യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടാനാണ്. നമ്മുടെ ഇന്ത്യ പോലും അങ്ങനെ ചെയ്യുന്നത്, അറബ് രാജ്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നത്. എല്ലാ രാഷ്ട്രങ്ങളും അവർക്ക് തമ്മിൽ യുദ്ധം ചെയ്ത് കടിച്ചു കീറി മനുഷ്യനെ കൊന്ന് കൊലവിളി നടത്താൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, അന്നവർ ആയുധങ്ങളെ എന്ത് ചെയ്യും? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആയുധങ്ങളെ കൊഴുക്കളായും വാക്കത്തികളായും അടിച്ചു തീർക്കും. ഇന്നിപ്പോ ജാതിക്ക് നേരെ വാളോങ്ങുകയാണ്. ഒരു ജാതി തന്നെ ഇസ്ലാം രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നു. ക്രൈസ്തവ രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നു. ജാതി വേർതിരിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജാതിയോട് അടിച്ചുകൊണ്ടിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ പരിശുദ്ധാത്മാവ് വെല്ലുവിളിച്ചിരിക്കുന്നു, ജാതിയോട് വാള് ഓങ്ങുകയില്ല. അടുത്ത യുദ്ധം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ അവരുടെ പ്രാന്തപ്രദേശങ്ങളിൽ വലിയ മെഗാ കെട്ടിടങ്ങൾ കെട്ടി ഭീകരരെ അതിൻ്റെ ഉള്ളിലിട്ട് അഭ്യസിപ്പിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അവർ സജ്ജരാക്കിക്കൊണ്ടിരുന്ന ഭീകര കേന്ദ്രങ്ങൾ എത്ര ഉണ്ടായിരുന്നു? 9 10 ഉണ്ട്. അത് മുഴുവൻ തകർത്ത് തരിപ്പണമായി. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ജാതിക്കെതിരെ വാളോങ്ങുകയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വായിച്ചേ, ജാതിക്കെതിരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ ആമേൻ.
മതി അവിടെ നിൽക്കട്ടെ. സ്തോത്രം. അപ്പോ 1000 ആണ്ട് വാഴ്ചയിൽ യുദ്ധത്തിന് പകരം സമാധാനമായിരിക്കും. യുദ്ധോപകരണങ്ങൾ മുഴുവൻ അതായത് മണ്ണിൽ പണിയെടുക്കുന്ന ആയുധങ്ങളാക്കി തീർക്കും. സ്തോത്രം. മനുഷ്യന് ഉപയോഗപ്രദമായ ആയുധങ്ങളായി മാറ്റും. ജാതി ജാതിയോട് വാളോങ്ങയില്ല. ഒരു ജാതി ആക്രമിക്കത്തില്ല. ഒരു രാജ്യം ഒരു രാജ്യത്തെ ആക്രമിക്കത്തില്ല. പരസ്പരം മനുഷ്യൻ യുദ്ധം ചെയ്യത്തില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ ഭൂമി മുഴുവൻ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവ കൃപ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആരും യുദ്ധം ചെയ്യത്തില്ല. 1. 2, യുദ്ധം ചെയ്യാനും തമ്മിത്തല്ലാനും വഴക്കുണ്ടാക്കാനുമുള്ള സാത്താന്യ ശക്തികളെ ദൈവം ബന്ധിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ആരും എങ്ങും ഒരു ദോഷവും ചെയ്യുകയില്ല. അങ്ങനെ ശാന്തസുന്ദരമായ ഒരു ഭരണസീമയ്ക്കുള്ളിൽ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവസഭയും ദൈവമക്കളും ഇസ്രായേൽ മക്കളും നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. നാം കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ അതിവിദൂരമായ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ആ 1000 ആണ്ട് വാഴ്ചയിൽ യാതൊരു ദോഷവും ഈ ഭൂമിയിൽ ആരും ചെയ്യത്തില്ല. ഇന്നിപ്പോ ഒരു പരസ്യം നടത്താൻ പോയാൽ എന്ത് ചെയ്യുക? BJP-ക്കാർ വരും, മുസ്ലിങ്ങൾ വരും, അവരെ ഉപദ്രവിക്കും, ഇവരും ഉപദ്രവിക്കും. അതിൻ്റെ നടുവിലും മിടുക്കന്മാരായ നമ്മൾ ഉപദേശം പറഞ്ഞിട്ട് പോരുകയും ചെയ്യും. അത് വേറെ വിഷയം. അടിച്ചാൽ അടികൊണ്ട് പോരുകയും ചെയ്യും. അടിച്ചാൽ തിരിച്ചടിക്കുന്നവരുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. സ്തോത്രം. കാരണം അങ്ങനെയുള്ള അഗ്രഗണ്യന്മാർ ബന്ധുക്കോസുകളത്തിൽ കിടപ്പുണ്ട്. 1 കൊടുത്താൽ 2 തിരിച്ചു കൊടുക്കുന്നവരുണ്ട്. എനിക്കറിയാം. ഞാൻ ആരുടെ പേരും ആളുമൊന്നും എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ സീമയിൽ നമ്മളായിരുന്നാൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും പ്രത്യാശയും ഉണ്ടാകും. ഒരു ദോഷവും ആരും ഒന്നും ചെയ്യത്തില്ലെന്ന് ദൈവവചനം ശക്തമായി വിളിച്ചു പറയുന്നു. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഒന്ന് വായിച്ചേ. 30-26. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാവേ നന്ദിയോട് സ്തോത്രം. 30-26-ാം വാക്യം. യഹോവ തന്റെ ജനത്തിന്റെ മുറിവുകളെ കെട്ടുകയും അവരുടെ അടിപ്പിണ ഉറപ്പിക്കുകയും ചെയ്യുന്ന യഹോവ തന്റെ ജനത്തിന്റെ മുറിവുകളെ കെട്ടുകയും ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. 1000 ആണ്ട് വാഴ്ച നടക്കുന്ന ഒരു വിഷയം അതാ. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. ഇലക്ട്രിസിറ്റി വേണ്ട, ഇന്റർനെറ്റ് വേണ്ട, മറ്റ് സംവിധാനങ്ങളൊന്നും വേണ്ട. ഇന്ന് നല്ല വെളിച്ചമുണ്ടെങ്കിൽ സൂര്യൻ ശരിക്കും കത്തി ജ്വലിച്ച് നിൽക്കുമ്പോഴാണ് വെളിച്ചം. ആ വെളിച്ചത്തോടൊപ്പം ഇന്നെന്തുണ്ട്? ചൂടുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അന്ന് 7 ഇരട്ടി വെളിച്ചം വർദ്ധിച്ചാലും ചൂട് കാണത്തില്ല. 1000 ആണ്ട് വാഴ്ചയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഇന്ന് നമുക്ക് ഫാൻ ഇല്ലെങ്കിൽ മഴക്കാലത്ത് പോലും വീട്ടിനുള്ളിൽ കിടക്കാൻ ലാഭിക്കാം അല്ലേ? ഫാനിട്ട് കഴിഞ്ഞാൽ കിടക്കാൻ പറ്റുള്ളൂ. അന്ന് അങ്ങനെയല്ല. ഹല്ലേലൂയ. ചൂട് കാണത്തില്ല. മഹത്തരമായൊരു അനുഭവമാണ്. ഇനി 1000 ആണ്ട് വാഴ്ചയിലെ വിഷയത്തെക്കുറിച്ച് 35-ാം അധ്യായത്തിലേക്ക് വരാം. യെശയ്യാപ്രവചനം 35-ാം അധ്യായം വളരെ പ്രസക്തമായൊരു ഭാഗമാണ്. അത് നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. സ്തോത്രം. വായിച്ചാട്ടെ.